Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമുക്ക് തുടങ്ങാതെ ക്ലാസ്. നെക്സ്റ്റ് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് ആ ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് മിസ് പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം, ഇന്റർനെറ്റ് അതെല്ലാം അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ? ഇന്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ? ഒന്നുമില്ല. വീഡിയോ കോൾ ചെയ്യാൻ മാത്രമാണോ? മെസ്സേജസ് അയക്കാൻ അല്ലേ? ഇൻഫർമേഷൻസ് കൈമാറാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇല്ലേ? ഇൻഫർമേഷൻസ് നമുക്കിപ്പോ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണം, എന്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എന്തിനെ കുറിച്ച് വേണമെങ്കിലും ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട് അല്ലേ? കിട്ടുന്നുണ്ടോ? കൂടാതെ എന്തൊക്കെ വേറെ സേവനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? നമുക്കിപ്പോ ഒരു യാത്ര പോണം, ടിക്കറ്റുകൾ അല്ലെ? ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ വഴി എടുത്തൂടെ? എടുക്കാൻ പറ്റില്ലേ? പിന്നെ മണി പേയ്മെന്റ്, ബില്ലുകൾ അടക്കണമെങ്കിൽ അല്ലേ? ഇപ്പൊ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്. ഇപ്പൊ ക്യാഷ് കൊണ്ട് അടക്കണ്ട അല്ലെ? ആർക്കും ക്യാഷ് കൈ കൊണ്ട് അടക്കണോ? വേണ്ട, നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം അല്ലെ? പിന്നെ എന്തൊക്കെയുണ്ട്? ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും യാത്ര പോകുമ്പോ നമുക്കൊരു റൂം ബുക്ക് ചെയ്യണം. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തൂടെ? ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം, എഡ്യൂക്കേഷനാ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലേ? ഹോസ്പിറ്റലിലെ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? പല രീതിയിൽ നമ്മെ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗങ്ങള്? ജനറൽ ആയിട്ടുള്ള, നിങ്ങൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പറഞ്ഞേ. പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററി, ഡാറ്റ സേവ് ചെയ്യാൻ പറ്റൂലേ? പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററി, അവരെ ഡെമോഗ്രഫിക് ഡീറ്റെയിൽസുകൾ അല്ലെ? ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ ടൈമുകൾ അല്ലെ? പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ്. ഓക്കെ, പിന്നെ ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ അല്ലെ? ഫിനാൻഷ്യൽ, ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ ഡാറ്റാസ് അല്ലെ? ഇപ്പൊ നമ്മ ഒരു ലാബിൽ ചെന്ന് നമ്മുടെ റിസൾട്ട്, നമ്മുടെ എന്തെങ്കിലും സാമ്പിൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മ വീണ്ടും റിസൾട്ട് വാങ്ങാൻ പോകണോ? ലാബിലേക്ക് പോകണോ? പോവാറുണ്ടോ? നമുക്ക് വാട്സപ്പിലേക്ക് അല്ലെ? നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, വാട്സപ്പിലേക്ക് അവർക്ക് എന്ത് ചെയ്യും? ഡീറ്റെയിൽസ് അയച്ചു തരും അല്ലെ? റിസൾട്ട് അയച്ചു തരും. അപ്പൊ എന്താണ്, നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ നമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതില്, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തന്നേക്ക്.
ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹോസ്പിറ്റൽ ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് provide a general source of information about a patient history and doctor schedule timing. എന്താണ്? രോഗിയുടെ ആരോഗ്യ ചരിത്രം, ഹെൽത്ത് ഹിസ്റ്ററിയെ കുറിച്ച് ഡോക്ടേഴ്സിന്റെ സമയക്രമങ്ങളെ കുറിച്ചുള്ള ഒരു പൊതുവായ വിവരങ്ങളുടെ ഉറവിടമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കണമെങ്കിൽ അല്ലെ അവരെന്ത് ചെയ്യണം? സമയക്രമങ്ങൾ അറിയണം അല്ലെ? ആ ഡോക്ടർ എപ്പോഴാണ് ഒപിയിൽ ഇരിക്കുന്നത് അറിയണ്ടേ? ആ ദിവസം ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് ഹോസ്പിറ്റൽ അവൈലബിൾ ആയിട്ടുള്ളത് അതറിയണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂൾ ടൈം സമയക്രമങ്ങളെ കുറിച്ച്, പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററിയെ കുറിച്ചുള്ള വിവരങ്ങളുടെ പൊതുവായ ഉറവിടമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നൽകുന്നത്. The system must keep data in secure place and control who can get the data in certain situation. നമ്മുടെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാ സൂക്ഷിക്കുന്നത്? ഫോൾഡറിലൊക്കെ ആക്കി സൂക്ഷിക്കില്ലേ? ഡെസ്ക്ടോപ്പില് ഫോൾഡറിലാക്കി സൂക്ഷിക്കില്ലേ? സർട്ടിഫിക്കറ്റുകള് അല്ലെ ലോക്ക് ചെയ്ത് നമ്മൾ അത് സൂക്ഷിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് ആവശ്യം വരുമ്പോ നമ്മൾ അത് ഓപ്പൺ ചെയ്യില്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നേ? അതേപോലെ എന്താണ് നമ്മുടെ സിസ്റ്റത്തില് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡാറ്റാസ് നമുക്ക് സെക്യൂർ ആയി സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നു. ആൻഡ് കൺട്രോൾ ഹു ക്യാൻ ഗെറ്റ് ദ ഡാറ്റ, നമുക്ക് എപ്പോഴാണ് ആ ഡാറ്റ ആ വിവരങ്ങള് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്കറിയാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് hospital management information system is a computerized system. Hospital management system information system എന്ന് പറയുന്നത് ഒരു computerized system ആണ്. That helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. Hospital management information system എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മാനേജ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പ്രവർത്തനങ്ങൾ അല്ലെ? ഓപ്പറേഷൻസ് മാനേജ് ചെയ്യില്ലേ? ഡോക്ടർ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ലാബിലെ റിപ്പോർട്ട് ലഭിക്കോ? മെഡിക്കൽ റെക്കോർഡ് കിട്ടോ പേഷ്യൻസിന്റെ? പിന്നെ സ്കാനിങ്ങിന്റെ റിസൾട്ടുകൾ ലഭിക്കുന്നു അല്ലെ? പ്രീവിയസ് ഹിസ്റ്ററി ലഭിക്കുന്നു അല്ലെ പേഷ്യൻസിന്റെ? അപ്പൊ എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഇത് എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു? ക്ലിനിക്കൽ ആയിട്ടുള്ള അല്ലെ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങള്, ഫിനാൻഷ്യൽ അല്ലേ? ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ ഡാറ്റാസ് സേവ് ചെയ്യുന്നില്ലേ? സാമ്പത്തികപരമായ ബില്ലിങ്ങുകൾ അല്ലെ കൈകാര്യം ചെയ്യുന്നില്ലേ? ബില്ലിങ്ങുകള് സിസ്റ്റം ഫിനാൻഷ്യൽ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ അല്ലെ? ലാബ് റിസൾട്ടുകൾ എന്താണ്? ഡോക്ടേഴ്സിന്റെ റൂമിൽ തന്നെ ലഭ്യമാകുന്നതിനുള്ള സിസ്റ്റത്തിലേക്ക് ലഭ്യമാകുന്നുണ്ട്. പിന്നെന്താണ്? സിസ്റ്റം വഴി മറ്റുള്ളവർക്ക് അല്ലെ ലബോറട്ടറി റിസൾട്ട് ഓപ്പറേഷൻസ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ പ്രവർത്തനങ്ങളൊക്കെ ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ പ്രവർത്തനങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. With the help of the hospital management information system, healthcare providers can concentrate more on providing quality healthcare to the patients. എന്താണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിച്ചാണ്, ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്ത് ചെയ്യാനുണ്ട്? പേഷ്യൻസിന് കൂടുതൽ ക്വാളിറ്റിയുള്ള നല്ല ഗുണനിലവാരമുള്ള
ആരോഗ്യ പരിചരണങ്ങൾ നൽകാൻ സാധിക്കുന്നു. എന്താണ് ഡോക്ടർക്ക് ഈ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി ലഭിക്കുന്നു അല്ലേ? ലഭിക്കുന്നുണ്ടോ? ലഭിക്കുന്നുണ്ട്. അവരെ അതിക്ക് മുമ്പ് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ലഭിക്കുന്നുണ്ടോ ഡോക്ടർക്ക്? അവർക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ? ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർക്ക് എന്താണ് അറ്റ് എ ടൈം ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണ് അല്ലെ? ആണോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പേഷ്യൻസ് ഡോക്ടർക്ക്? നല്ല ക്വാളിറ്റി ഉള്ള അല്ലെ പേഷ്യൻസിന് വേണ്ട കറക്റ്റ് എന്താണ് ട്രീറ്റ്മെന്റ് രോഗിക്ക് നൽകാൻ സാധിക്കുന്നു. ക്ലിയർ ആയത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഡോക്ടർക്ക് എന്താണ് പേഷ്യൻസിന് കൂടുതൽ ഗുണനിലവാരമുള്ള രോഗി പരിചരണം നൽകുന്നതിനായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, a hospital information system helps healthcare providers in designing their operation, including managing patients' health records. ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ നഴ്സുമാർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തയ്യാറാക്കാൻ സാധിക്കുന്നത്, ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത്? പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അല്ലെ? EMR എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. EHR എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഈ പേഷ്യൻസിന്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകള് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ തയ്യാറാക്കാൻ സാധിക്കില്ലേ സിസ്റ്റം വഴി? സാധിക്കുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാം അല്ലെ? നമുക്ക് എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറിങ്ങാണ്ട് എന്താണ് വെബ്സൈറ്റിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുത്തൂടെ ഓൺലൈനായിട്ട്? സാധിക്കോ? അപ്പൊ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ബില്ലടക്കാൻ സാധിക്കുന്ന ബില്ല് അവർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ബില്ലുകൾ എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം വഴി അവർ കളക്ട് ചെയ്തൂടെ ഹോസ്പിറ്റലുകളില്? അവർക്ക് ടൈം ലാഭിക്കാൻ സാധിക്കുന്നു അല്ലെ? ഡയഗ്നോസ്റ്റിക് രോഗനിർണയം നടത്താനും ആൻഡ് മച്ച് മോർ എന്താണ് കൂടുതൽ പ്രവർത്തനങ്ങൾക്കും ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നു. The major role HIMS is to record information on health events and verify the quality of services at different levels of health care. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ മെയിൻ റോൾ, പ്രധാന പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പേഷ്യൻസിന്റെ ഓരോ ഹെൽത്ത് ഇവന്റ്സുകളെ കുറിച്ചും എന്താണ് വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നു ഇല്ലേ? ലാബ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്താം അല്ലെ? രേഖപ്പെടുത്താൻ സാധിക്കില്ലേ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്? ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാല് ഡോക്ടറെ കൺസൾട്ടേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്താം അല്ലെ? മെഡിക്കേഷൻ റിപ്പോർട്ടുകൾ, മെഡിക്കേഷൻസ് അവർക്ക് ഏതൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താം അല്ലെ? അങ്ങനെയുള്ള എന്താണ് എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന്റെ എല്ലാ ഹെൽത്ത് ഇവന്റ്സുകളും നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നു. ആൻഡ് വെരിഫൈ ദ ക്വാളിറ്റി സർവീസസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ. പേഷ്യൻസിന്റെ ഡിഫറെന്റ് പല ഹെൽത്ത് കെയർ ലെവലുകളിൽ എന്താണ് ക്വാളിറ്റി ഉള്ള സർവീസുകൾ ഇതുവഴി നമുക്ക് ഹോസ്പിറ്റലുകൾക്ക് പ്രൊവൈഡ് നൽകാൻ സാധിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിന്റെ വിവിധ തലങ്ങളിലെ സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ സാധിക്കുന്നു ഇല്ലേ? ഇവർക്ക് ഓരോ തവണ ഓരോ ഇവന്റിലും ചെയ്ത പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി വെരിഫൈ ചെയ്തൂടെ?
ഹോസ്പിറ്റലില്. അപ്പൊ അതിലെന്താണ് ക്വാളിറ്റി ഉണ്ടോ അല്ലെ, ആ കാര്യങ്ങളൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. റിസൾട്ടുകളുടെ അല്ലെങ്കിൽ ചെക്കപ്പുകളുടെ മെഡിസിനുകളുടെ അല്ലെ. അപ്പൊ എന്താണ് ഇതുവഴി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വഴി പേഷ്യൻസിന്റെ വിവിധ ആരോഗ്യ പരിപാലനത്തിന്റെ തലങ്ങളിൽ ക്വാളിറ്റി ഉള്ളതാണോ ഗുണനിലവാരമുള്ളതാണോ എന്ന് വിലയിരുത്താൻ സാധിക്കുന്നു. The importance of patient evaluation is a part of concept of giving importance to patients views in developing the quality health services. ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കൂട്ടുന്നതിനായിട്ട് പേഷ്യൻസിന്റെ വ്യൂ പോയിന്റിന് പ്രാധാന്യം നൽകുക എന്ന ഉദ്ദേശം കൂടി ലക്ഷ്യം കൂടി ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന്റെ വ്യൂ പോയിന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മുടെ വ്യൂ പോയിന്റ് എന്താണ്, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ബെറ്റർ കെയർ, ക്വാളിറ്റിയുള്ള കെയർ അല്ലെ. അത് ഒരു ഡോക്ടർ സർവീസിൽ മാത്രം നമുക്ക് ലഭിച്ചാൽ മതിയോ? മതിയാവോ? ഡോക്ടർ മാത്രം നല്ല രീതിയിൽ സ്റ്റാഫുകളിൽ നിന്ന് വേണം, എല്ലാ ഫെസിലിറ്റീസിൽ നിന്നും വേണ്ടേ? വേണ്ടേ? ഹോസ്പിറ്റലിലെ മൊത്തം സർവീസുകളിൽ നിന്ന് വേണം അല്ലെ. അപ്പൊ എന്താണ് ഹെൽത്ത് കെയറിന്റെ അതായത് ഹോസ്പിറ്റലുകളുടെ ക്വാളിറ്റി ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പേഷ്യൻസിന്റെ വ്യൂ പോയിന്റിന് കൂടി പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യം കൂടി ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. നമ്മ ഒരു ഡിസ്ചാർജ് ചെയ്യാണ് ഹോസ്പിറ്റലില്, പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ആ ഡിസ്ചാർജിന്റെ ബില്ല് ഇട്ടാൻ ഒരുപാട് ടൈം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പൊതുവെ തോന്നുക? സ്വാഭാവികമായിട്ട് നമുക്കത് ഇഷ്ടപ്പെടോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ കാഴ്ചപ്പാട്? നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകണം അല്ലെ. ആണോ? റിസൾട്ടിന് വേണ്ടി ഒരുപാട് നേരം കാത്തു നിൽക്കുക ഹോസ്പിറ്റലില്, റിസൾട്ടിന് വേണ്ടി ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ടിന് വേണ്ടി ഒരുപാട് നേരം കാത്തു നിൽക്കുക. നമുക്ക് ഇഷ്ടപ്പെടോ? ഒരു രോഗി എന്ന നിലയില് കാഴ്ചപ്പാടില് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി കാത്തു നിൽക്കുക, ക്യൂ നിൽക്കേണ്ടി വരാം. ഫാർമസിയിലെ മെഡിസിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരാം. പേഷ്യൻസിന്റെ വ്യൂ പോയിന്റിൽ അത് നല്ലതാണോ? അല്ല അല്ലേ. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർസില് അവരുടെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി പേഷ്യൻസിന്റെ കാഴ്ചപ്പാട് വ്യൂ പോയിന്റ്സിന് കൂടി പ്രാധാന്യം നൽകുക എന്ന ഉദ്ദേശം കൂടി ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ഇങ്ങനെയുള്ള ഇതൊക്കെ എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം വഴിയാക്കുമ്പോ എന്താണ് ടൈം ലാഗ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. ഉണ്ടോ? ടൈം ലാഭിക്കാൻ സാധിക്കുന്നില്ല, ഈസിയായി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. ഓക്കെ ആയോ? ക്ലിയർ ആയോ ഇതെല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ഹോസ്പിറ്റൽ നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ through improved communication, greater provider sensitivity towards patients. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുള്ള ഗുണം എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക. ത്രൂ എന്താണ് വർദ്ധിപ്പിക്കുക? ത്രൂ എന്ത് വഴിയാണ്? കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ അല്ലെ. ഗ്രേറ്റർ പ്രൊവൈഡർ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് പേഷ്യൻസ് എന്താണ്? പേഷ്യൻസിന് രോഗികളോടുള്ള ദാതാവിന്റെ കമ്മ്യൂണിക്കേഷൻ, കൂടുതൽ സംവേദനാക്ഷമത. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, ആ ഡോക്ടർ ജസ്റ്റ് നമ്മൾ ചെന്ന് ഡോക്ടർ ചെക്കപ്പിന് വേണ്ടി ഡോക്ടർ റൂമിൽ ചെന്നിരിക്കുമ്പോ പറയണം എന്താണ് പറ കുഴപ്പമില്ല
അതിന് മെഡിസിൻ കഴിച്ചാൽ മതി, ഓക്കെ ആവും. അപ്പൊ പോന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടാവോ? ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവൽ നമുക്ക് ഇഷ്ടാവോ ഡോക്ടറുടെ? ഇല്ല അല്ലെ? അതല്ല, ഡോക്ടർ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് വന്നത്, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അല്ലെ? എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എന്തെങ്കിലും വേദനയുണ്ടോ? നല്ല രീതിയിൽ ചോദിക്കുകയാണെങ്കിലോ, കൂടുതൽ കമ്മ്യൂണിക്കേഷനിലൂടെ, കൂടുതൽ ചോദ്യങ്ങളിലൂടെ നമ്മുടെ വിവരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ഡോക്ടർ നമുക്ക് എങ്ങനെയായിരിക്കും? ഇഷ്ടമായിരിക്കും അല്ലെ? അപ്പൊ എന്താണ്, നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷനിലൂടെ എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക. ഗ്രേറ്റർ പ്രൊവൈഡർ, ഗ്രേറ്റർ ആയിട്ട് കൂടുതലായിട്ടാണ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് പേഷ്യൻസിന്, രോഗികളോടുള്ള ദാതാവിന്. ഇപ്പൊ ലാബുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ആവാം, അല്ലെങ്കിൽ നഴ്സുമാരുടെ കമ്മ്യൂണിക്കേഷനിലൂടെ ആവാം അല്ലെ? എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയതാ? ഇപ്പൊ നഴ്സുമാരെ തന്നെ നമ്മുടെ അടുത്ത് കൂടുതൽ ദേഷ്യത്തില് ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് അല്ലെ? ദേഷ്യം വരില്ലേ? നമുക്ക് ദേഷ്യം വരില്ലേ? ഇതെന്താ ഇങ്ങനെ അല്ലെ? അപ്പൊ കൂടുതൽ എന്താണ്, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ എന്ത് ചെയ്യുക, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക. ഇപ്പൊ നമുക്ക് കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടർ എന്താണ്, ഡോക്ടർ മുമ്പിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇന്ന് ഓരോ വിവരങ്ങൾ ചോദിച്ച് എൻ്റർ ചെയ്യും അല്ലേ? കൂടുതലായിട്ട് വിവരങ്ങൾ ചോദിച്ച് എൻ്റർ ചെയ്യും. എന്താണ്, അവർക്ക് പിന്നീട് അത് ഇതിൽ എൻ്റർ ചെയ്തിട്ട് കഴിഞ്ഞാല് പിന്നീട് ആ പേഷ്യൻസ് വരുമ്പോൾ എന്താണ്, അവരെല്ലാ ഹിസ്റ്ററി അതിലുണ്ടായിരിക്കും അല്ലെ? എല്ലാ വിവരങ്ങളും അവർക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിറ്റി അവയർനെസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് സർവീസസ്. എന്താണ് കമ്മ്യൂണിറ്റിക്ക് എന്താണ് അവയർനെസ്, ക്വാളിറ്റി സർവീസുകളെ കുറിച്ച്, അവിടെയുള്ള സേവനങ്ങള് ഗുണനിലവാരമുള്ളതാണ് എന്നതിനെ കുറിച്ച് സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കുക അല്ലെ? അവബോധം നൽകുക. Next, and overall better use of services in the health system. Health systemത്തിലെ overall സർവീസുകൾ എന്താക്കുക, ബെറ്റർ ആക്കുക അല്ലെ? നല്ലതാക്കുക അല്ലെ? ഇപ്പൊ നമ്മൊരു സിസ്റ്റം ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഏതായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്? വിവരങ്ങള് സിസ്റ്റം ആയിരിക്കും അല്ലെ? കറക്റ്റ് കൃത്യതയോടുകൂടിയല്ലേ അത് ചെയ്യുന്നത്? വിവരങ്ങള് കൃത്യതയോടുകൂടിയല്ലേ? ഇപ്പൊ നമ്മൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റാണ്, അപ്പൊ അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഒരു ലെറ്റർ മാറിപ്പോയാൽ പോലും അതിന്റെ അടിയിൽ റെഡ് കളർ വരും അല്ലെ? വരുമോ? ചിലപ്പോ നമുക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല, ഏന്നുള്ളോടത്ത് ഈ എഴുതിയാല്. പക്ഷെ ആ സിസ്റ്റം അത് നോട്ടീസ് ചെയ്ത് നമുക്ക് റെഡ് കളറിൽ കാണിച്ചു തരും അല്ലെ? അപ്പൊ എന്താണ്, ഹെൽത്ത് സിസ്റ്റത്തിലെ, ആരോഗ്യ സിസ്റ്റത്തിലെ എന്താണ് സർവീസുകൾ ബെറ്റർ ആക്കാൻ, നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടും ഹെൽത്ത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. Healthcare management software is a digitized system that helps in controlling the health information of patients in the healthcare facilities. Healthcare management software എന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് എന്താണ്, രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ, ഹെൽത്ത് ഇൻഫോർമേഷൻസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൈസ്ഡ് സിസ്റ്റത്തെയാണ് അല്ലെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നത്. എന്താ ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില്, ഹോസ്പിറ്റലുകളില് അല്ലെങ്കിൽ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് രോഗികളുടെ, പേഷ്യൻസിന്റെ ആരോഗ്യ വിവരങ്ങൾ അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻസ് നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിജിറ്റൈസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അല്ലേ? ആണോ?
ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു പിക്ചർ തന്നിട്ടുണ്ട് കേട്ടാ. അതിൽ നോക്കി ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്. ഒരു ഐ ഹോസ്പിറ്റൽ എൻവിയോൺമെന്റ്. അവിടെ ആദ്യം നമ്മ എങ്ങോട്ടാ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് ഫസ്റ്റ് തന്നെ നമ്മ എങ്ങോട്ടാ പോകുന്നേ? ഫസ്റ്റ് എങ്ങോട്ടാ പോകുന്നേ ഹോസ്പിറ്റലിൽ ചെന്ന്? എൻക്വയറി അല്ലെ, റിസപ്ഷൻ, എൻക്വയറി. OP ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവോ ഷിഫാന? എൻക്വയറി അല്ലെങ്കിൽ റിസപ്ഷനിലേക്കല്ലേ നമ്മ പോകുന്നേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? രജിസ്ട്രേഷൻ അല്ലേ? രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം അല്ലേ? നമ്മുടെ ID നമ്പർ അതല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഡാറ്റ ഉണ്ടെങ്കിൽ, പ്രീവിയസ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അതെടുക്കും അല്ലേ? ആണോ? ആണ്. അപ്പൊ എൻക്വയറി കഴിഞ്ഞിട്ട് രജിസ്ട്രേഷനിൽ എന്താണ്? നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് എടുക്കും. അതിനുശേഷം തിരിച്ച് എന്താണ്? രജിസ്ട്രേഷൻ മെഡിക്കൽ റെക്കോർഡ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു റൂം ഉണ്ട് അല്ലേ? ഉണ്ടോ? മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഒരു റൂമില്ലേ? മെഡിക്കൽ റെക്കോർഡ് റൂമിൽ നിന്ന് എന്താണ് അറ്റൻഡർ അതല്ലെങ്കിൽ അവിടെ റിസപ്ഷനിൽ നിൽക്കുന്ന ആൾ പോയിട്ട് നമ്മുടെ റെക്കോർഡ് എടുത്ത് തിരിച്ച് രജിസ്ട്രേഷനിൽ വന്നു. അതിനുശേഷം ക്ലിനിക്കൽ എക്സാം ചെയ്യാനായിട്ട് അല്ലെ ഡോക്ടറുടെ അടുത്തേക്ക് നമ്മൾ വിടും അല്ലെ? ക്ലിനിക്കൽ എക്സാം ടെസ്റ്റുകൾ ചെയ്യുന്നതിന് കണ്ണുകള്. അതിനുശേഷം എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ ക്ലിനിക്കൽ എക്സാം ഡോക്ടർ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ കണ്ണിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ മരുന്ന് ഒഴിച്ച് ടെസ്റ്റുകൾ നടത്തും അല്ലെ? ലെറ്റേഴ്സ് വായിപ്പിക്കും. കണ്ണട മാറ്റണമെങ്കിൽ ലെൻസുകൾ ഇട്ട് നോക്കും അല്ലെ? ഇതോ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തും. അതിനുശേഷം എന്താണ്? തിരിച്ച് ക്ലിനിക്കൽ എക്സാമിലേക്ക് ഡോക്ടറുടെ അടുത്തേക്ക് വരും അല്ലെ? അത് ഡോക്ടർ എന്താണ്? നമുക്ക് മെഡിസിനോ അതല്ലെങ്കിൽ കണ്ണിലൊഴിക്കുന്നതിനുള്ള ഡ്രോപ്പുകളോ അതല്ലെങ്കിൽ എന്താണ് ഗ്ലാസോ എഴുതി തരും. ആണോ? ആണ്. അതിനുശേഷം നമ്മ അവിടെ നിന്ന് എക്സിറ്റ് ആവും. അതൊരു സ്റ്റെപ്പ്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എൻക്വയറി ചെന്ന് റിസപ്ഷനിൽ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം ക്ലിനിക്കൽ എക്സാം ചെയ്ത് അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് തിരിച്ച് ക്ലിനിക്കൽ എക്സാം ഡോക്ടർ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് പേഷ്യൻസ് കൗൺസിലിംഗ്. ഇപ്പൊ എന്താണ്? ചിലപ്പോ എന്തെങ്കിലും നമുക്ക് സർജറി പറയുന്നുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പറയുമ്പോൾ എന്താണ്? പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്. അപ്പൊ എന്ത് ചെയ്യും? കൗൺസിലിംഗ് കൊടുക്കും അല്ലെ? മെന്റലി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാല് ഒരു ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാല് ആണോ സ്റ്റേബിൾ ആക്കുക. അവർക്ക് എന്താണ്? അവരെ പേഷ്യന്റ് കൗൺസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ചിലപ്പോ അവരെ എക്സിറ്റ് ചെയ്യാൻ അവരെ പറഞ്ഞേക്കും. അതല്ലെങ്കിൽ പേഷ്യൻസ് കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരെ അവിടെ അഡ്മിറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ്? അവരെ വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവരെ വാർഡിലേക്ക് കൊണ്ടുപോകും അല്ലെ? റൂമിലേക്കോ വാർഡിലേക്കോ കൊണ്ടുപോകും അല്ലെ? അതിനുശേഷം എന്താണ്? വാർഡിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം അവർക്ക് ഓപ്പറേഷൻ ചെയ്യും. ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തിട്ട് അവരെ തിരിച്ച് വാർഡിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം എന്താണ്? അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുന്നു. ക്ലിയർ ആയോ? ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുന്നു. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെ. ഇത് നിങ്ങൾക്ക് കുറച്ച് ഇതാക്കി തന്നിരിക്കുന്നുള്ളൂ. ഡിസ്ചാർജിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് കൗണ്ടറിൽ ചെന്ന് പേയ്മെന്റുകൾ നടത്തും അല്ലെ? അതല്ല ക്ലിനിക്കൽ എക്സാം കഴിഞ്ഞിട്ട് എന്താണ്? നമ്മ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് പേയ്മെന്റ് എഴുതിയിട്ടല്ലേ നമുക്ക് ഇത് തരുന്നത്? മെഡിസിനുകള് കണ്ണടകള് അല്ലെ? ഡ്രോപ്പുകളൊക്കെ തരും. ഓക്കെ. ആ പിക്ചർ കുറച്ച് ഇതും കൂടി ഉണ്ട്. നിങ്ങൾ ഒന്ന് നോക്കുക കേട്ടാ. അത്രേ ഉള്ളൂ ഇതില് കൂടുതലായിട്ട് പറയുന്നത്. അതല്ല ഇപ്പൊ പേഷ്യന്റ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എന്താണ്? ചിലപ്പോ പേഷ്യന്റ് കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിട്ടയക്കാം.
അപ്പൊ പേഷ്യൻസ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് അവരെ എവിടെ കൊണ്ടുവരും? ക്ലിനിക്കൽ എക്സാം ആ ഡോക്ടർ റൂമിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവരെന്താണ് അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഗ്ലാസ് കണ്ണടകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മരുന്നുകളൊക്കെ ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് എക്സിറ്റ് ചെയ്ത് പോകും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്, ഘടകങ്ങൾ. ഇത് 11 കമ്പോണൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കേട്ടോ ഇതില്. ഫസ്റ്റ് കമ്പോണന്റ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പോയിന്റ്മെന്റ് എടുത്താം ഹോസ്പിറ്റലിൽ നമുക്ക് ഡോക്ടർ വിസിറ്റിന് വേണ്ട അപ്പോയിന്റ്മെന്റ് എടുക്കാം. Managing appointments manually is not only monotonous but also increase the chance of making an error. എന്നുവെച്ചാല് ഒരു മാനുവൽ ആയിട്ട് ഒരാള് തുടർച്ചയായി അപ്പോയിന്റ്മെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. റിസപ്ഷനിൽ ഇരുന്ന് ഒരാൾ തന്നെ ഇങ്ങനെ ഇരുന്ന് അപ്പോയിന്റ്മെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? നമ്മ ഒരു കാര്യം സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ഒരു കാര്യം നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താ പറ്റുന്നേ? മടുപ്പോന്നോ? ബോറടിക്കില്ലേ? ബോറടിക്കോ? ബോറടിക്കില്ലേ? മടുപ്പ് തോന്നും. ബട്ട് ഓൾസോ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് മേക്കിംഗ് എറർ. അപ്പൊ അങ്ങനെ തോന്നിയാൽ എന്താ വെച്ചാ എറർ ഉണ്ടാവും അല്ലെ, തെറ്റുകൾ ഉണ്ടാവാലോ. അവര് തയ്യാറാക്കുന്ന അപ്പോയിന്റ്മെന്റ്സുകളിലെ തെറ്റുകൾ സംഭവിക്കാം. ഓക്കെ, ഏത് മാനുവൽ ആയിട്ട് ഒരാള് സ്വന്തമായിരുന്ന എന്താണ് അപ്പോയിന്റ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് മടുപ്പ് തോന്നാം. അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഈവൻ ഇൻ റീസെന്റ് സ്റ്റഡീസ് 68% of patients said they were more inclined to choose the hospital where they could schedule, alter or cancel appointments online. ഇപ്പൊ പുതുതായി നടത്തിയ റീസെന്റ് ആയിട്ട് ചെയ്ത സ്റ്റഡിയിൽ പഠനത്തിൽ പറയുന്നതാണ് 68% ഓഫ് പേഷ്യൻസും അവരെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതും അത് ഓൾട്ടർ ചേഞ്ച് ചെയ്യുന്നതും അത് ക്യാൻസൽ ചെയ്യുന്നതും എങ്ങനെയാണ്? ഓൺലൈൻ വഴിയാണെന്ന്. നമ്മൾ അങ്ങനെയല്ലേ എടുക്കുന്നത്? ഹോസ്പിറ്റലിൽ വിളിച്ച് ബുക്ക് ചെയ്യൂല്ലേ? ആണോ? അപ്പൊ 68%ഉം എന്താണ് ആളുകള് പുതുതായി നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് 68% പേഷ്യൻസും അവരുടെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതും അത് ചേഞ്ച് ചെയ്തിടുന്നതും അത് ക്യാൻസൽ ചെയ്യുന്നതും ഓൺലൈൻ വഴിയാണ്. നെക്സ്റ്റ്, a hospital management system enables us to add scheduling option to hospital website so that patients can easily schedule an appointments. എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഇനേബിൾ ചെയ്യുന്നുണ്ട്, നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. എന്താണ് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ടു ഹോസ്പിറ്റൽ വെബ്സൈറ്റ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജിലേക്ക് പോകും അല്ലെ. പെറനൈ മെഡ്സിറ്റി അല്ലെങ്കിൽ ആസ്റ്റർ മെഡ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ് അവരെ ഹിസ്റ്ററിയിലേക്ക് പോകും. ആണോ? ഒരു പേജിലേക്കല്ലേ പോകുന്നത് ഗൂഗിളിൽ നിന്ന്. അപ്പൊ അതിൽ അവര് വെബ്സൈറ്റ് ഉണ്ടാവും. ആണോ? ആ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ലേ? ബുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതില് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഇന്ത്യയുടെ ഹോസ്പിറ്റൽ വെബ്സൈറ്റ് നമുക്ക് ഇനേബിൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് സീൻ ചെയ്യിക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? നമുക്ക് ഈസിലി ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുന്നു. Once the hospital has reserved an appointment, the hospital management system will match the patient's illness to the doctor area of experts. ഒരു പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്തഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ആ പേഷ്യൻസിന്റെ അസുഖത്തിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആ അസുഖമായി ബന്ധപ്പെട്ട് വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഏതാണ് എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യുന്നു. നമ്മ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ്സിന് വിളിക്കുകയാണ്. റിസപ്ഷന്റെ ബെല്ല് അടിച്ച് ചെയ്യുമ്പോ പറയും ഒന്നില്ലെങ്കിൽ നമ്മ പ്രിഫർ ചെയ്യും അല്ലെ, കാർഡിയോളജി ഇന്ന ഡോക്ടറിനെ കാണണം അല്ലേ? അങ്ങനെയാണോ ചോദിക്കുന്നത്? ആണോ?
അല്ലെങ്കിൽ ഫിസിഷ്യൻ ഇന്ന ഡോക്ടറെ കാണണം. അതല്ലെങ്കിൽ നമ്മ എന്ത് ചോദിക്കും, അവര് റിസപ്ഷനിൽ ചോദിക്കും ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് ചോദിക്കുമ്പോ പറയും ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കൂടുതൽ സീനിയർ ഡോക്ടർ ഏതാണ് എന്നല്ലേ ചോദിക്കാം. ആണോ? അപ്പൊ പറയും അവർക്ക് അന്നൊരു ടോക്കൺ ബുക്ക് ചെയ്യാം അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുത്തോളാൻ പറയും അല്ലേ. അപ്പൊ നമ്മ ഇൻഫർമേഷൻ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാല് ഇതാദ്യം നോക്കുന്നത് എന്താണ്, ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആദ്യം ചെക്ക് ചെയ്യുന്നത് ആ പേഷ്യൻസിന്റെ അസുഖത്തിന് ഏത് ഡോക്ടറാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത്, വിദഗ്ധനായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങള് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കുന്നു. ഇറ്റ് വിൽ ദെൻ allocate them to the next available specialist or the one they prefer. എന്താണ് അത് എന്നിട്ട് allocate ചെയ്യും. ഏത് സ്പെഷ്യലിസ്റ്റ് ആണോ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ ഏതാണ് നവ്യ? മാമിന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല എന്നാണോ, മാം പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയി എന്നാണോ? പോയിന്റ് ഓക്കെ പറഞ്ഞുതരാം കേട്ടാ. Once the patient has reserved an appointment, ഒരു പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാണ്, കൊടുത്തു എനിക്ക് അപ്പോയിന്റ്മെന്റ് വേണം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആദ്യം തന്നെ മാച്ച് ചെയ്ത് നോക്കുന്നത് ആ പേഷ്യൻസിന്റെ അസുഖത്തിന് ഏത് ഡോക്ടറാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത്, വിദഗ്ധനായിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുന്നു, പരിശോധിക്കുന്നു. അത് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ നവ്യ? ഇപ്പൊ മിസ് പറഞ്ഞത് ക്ലിയർ ആയോ? ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്പോയിന്റ്മെന്റ് ഇടാണ്. അപ്പൊ ആ അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാല് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം നോക്കുന്നത് എന്താണ്, ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിങ്ങാണ് കോൾ ചെയ്തിട്ട് പറയാണ് എനിക്ക് ഇന്ന ഡോക്ടർ കാർഡിയോളജി സെക്ഷനിലെ ഡോക്ടറെ കാണണം. പറയാറില്ലേ നമ്മ, പൊതുവെ പറയുന്ന കാര്യമല്ല ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റിന് വിളിക്കുമ്പോ. അപ്പൊ അവരെന്ത് ചോദിക്കും, റിസപ്ഷൻ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോന്ന് ചോദിക്കും അല്ലെ, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഡോക്ടർ ഉണ്ടോന്ന് ചോദിക്കും, ചോദിക്കാറുണ്ടോ? ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർക്ക് അവർ അപ്പോയിന്റ്മെന്റ് ഇടും. അതല്ലെങ്കിൽ എന്താണ് നമ്മ ചോദിക്കാം അങ്ങോട്ട് തിരിച്ച്, ഏത് ഡോക്ടറാണ് കൂടുതൽ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സീനിയർ ഡോക്ടർ ഏതാണെന്ന് ചോദിക്കും അല്ലെ, ചോദിക്കുന്നത് അങ്ങനെയല്ലേ. അപ്പൊ ആ ഡോക്ടർക്ക് എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്തിടും, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിടുന്നു. ക്ലിയർ ആയോ? അപ്പൊ അത് നെക്സ്റ്റ്, it also update the available slots in real time to avoid any perplexity at the hospital. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലില് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം വഴി ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അപ്പോയിന്റ്മെന്റ്സുകള് സ്ലോട്ട് ചെയ്തിടുന്നത് എന്തിനു സഹായിക്കുന്നു, in real time to avoid any perplexity. Okay. Avoid any perplexity at the hospital. ഇത് ഹോസ്പിറ്റലിലെ എന്താണ് ആശയക്കുഴപ്പങ്ങൾ, ആ ടൈമിലുള്ള ആശയക്കുഴപ്പങ്ങള് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇല്ലേ. അറ്റ് എ ടൈം ഇപ്പൊ 10 മണിക്ക് 11 മണിക്ക് ഒരു പേഷ്യൻസിന് ടൈം കൊടുത്തു, അപ്പോയിന്റ്മെന്റ് ടൈം കൊടുത്തു. ആ ടൈമിൽ വേറെ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കാതിരിക്കാൻ സഹായിക്കുന്നു അല്ലെ, ടൈം സ്ലോട്ട് കൊടുക്കുന്നത് അല്ലെ. അത് ഇങ്ങനെയുള്ള ഈ ടൈം സ്ലോട്ടിലുള്ള റിയൽ ടൈമിലുള്ള ആശയക്കുഴപ്പങ്ങള് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ക്ലിയർ ആയതാ? ഓക്കെ അല്ലേ ആ പാരഗ്രാഫ് എല്ലാവരും? നെക്സ്റ്റ്, അങ്ങനെ ഒരു പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ്. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈസ് ടു ഗ്യാദർ മെഡിക്കൽ ഡോക്യുമെന്റ്സ്. ആ പേഷ്യൻസിന്റെ
മെഡിക്കൽ ഡോക്യുമെന്റ്സുകൾ അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി എന്താണ് ഗ്യാദർ ചെയ്യുകയാണ്, അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ശേഖരിക്കുക. NHMS hospital management system with a patient's portal is used to collect documents and share the patient history with the doctors well in advance. ആ പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഡോക്ടറിന് വേണ്ടിയിട്ട് അല്ലെ പേഷ്യന്റ് ഹിസ്റ്ററി ഡോക്ടറുടെ അറിവിലേക്ക് വേണ്ടി കൊടുക്കും. അഡ്വാൻസ് ആയിട്ട് വളരെ നേരത്തെ തന്നെ എത്തിച്ചു കൊടുക്കുന്നു. നമ്മൊരു ഡോക്ടറുടെ റൂമിലേക്ക് നമ്മുടെ ടോക്കൺ നമ്പർ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫയല് ഡോക്ടറുടെ ടേബിളിൽ എത്തിയിട്ടുണ്ടാവോ? ഉണ്ടായിരിക്കും അല്ലെ. നമ്മ അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് ആ സമയം നമ്മ റിസപ്ഷനിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ റിസപ്ഷനിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് അതല്ലെങ്കിൽ ഫോൺ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മ കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഫയൽ അവിടെ എത്തിയിട്ടുണ്ടാവും ഇല്ലേ, ഡോക്ടറുടെ ടേബിളിൽ എത്തിയിട്ടുണ്ടാവും. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. എന്താണ്, നമ്മെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എടുത്തിട്ട് കളക്ട് ചെയ്തിട്ട് എന്താണ് ആ പേഷ്യൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻസിന് ഡോക്ടേഴ്സിന് അഡ്വാൻസ് ആയിട്ട് വളരെ നേരത്തെ തന്നെ എത്തിച്ചു കൊടുക്കുന്നു. ക്ലിയർ ആയത്? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. If the patient requires help at his or her house, the system will verify the doctor's availability for the remote visit and assign accordingly. ഇപ്പൊ ഒരു പേഷ്യൻസ് വിളിച്ചിട്ട് പറയാണ് അവർക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റില്ല, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്, അവരെ വീട്ടിലേക്ക് ഡോക്ടർ വരണം എന്ന് പറയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? The system will verify. System പരിശോധിക്കുന്നു, വെരിഫൈ ചെയ്യുന്നു ഡോക്ടേഴ്സ് അവൈലബിലിറ്റി ഫോർ ദ റിമോട്ട് വിസിറ്റ് ആൻഡ് അസൈൻ അക്കോർഡ്. ഏത് ഡോക്ടർക്കാണ് ആ വിദൂര സന്ദർശനത്തിന് വേണ്ടി ആ പേഷ്യൻസിന്റെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി സൗകര്യമുള്ളത്, ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു, ചുമതലപ്പെടുത്തുന്നു. ക്ലിയർ ആയത്? ഒരു പേഷ്യന്റ് പറയാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വരാൻ പറ്റില്ല, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം വെരിഫൈ ചെയ്യാണ് ഏത് ഡോക്ടർക്കാണ് ആ വിസിറ്റ് ആ വിദൂര അതായത് ആ പേഷ്യൻസിന്റെ വീട്ടിലേക്ക് പോകാൻ സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളത് ആ ഡോക്ടറെ ചുമതലപ്പെടുത്തുന്നു. ഇൻ ദിസ് വേ പേഷ്യൻസ് ക്യാൻ ക്രിയേറ്റ് ആൻ ഈസി. ഇതെന്താണ്, പേഷ്യൻസിന് അവരെ ട്രീറ്റ്മെന്റ് ഈസി ആക്കുകയാണ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ചെയ്യാണ്ട് അവരെ വീട്ടിലേക്ക് വന്ന് അവരെ ചെക്കപ്പ് ചെയ്യാണ് അല്ലെ, ഇതെന്താണ് ഈസി ആക്കുന്നു. ആൻഡ് എറർ ഫ്രീ പ്രോസസ് അല്ലെ, എറർ ഒന്നും ഇല്ലാണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലേ, തെറ്റുകളൊന്നും കൂടാതെ. അതായത് ഇപ്പൊ നമ്മ പേഷ്യൻസിന് പോകാൻ സാധിക്കുന്നില്ല, നമ്മ വേറൊരാൾ വിടാണ്, വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കാൻ വിട്ടാല് അത്രയും എഫക്ട് ചെയ്യോ? രോഗിനെ കണ്ട് ചെക്കപ്പ് ചെയ്ത് എഴുതുന്ന മരുന്നുകളുടെ അത്ര എഫക്ട് ചെയ്യോ? ഇല്ല അല്ലെ. അപ്പൊ ഇത് എറർ ഫ്രീ ആക്കാൻ പ്രോസസ് ആക്കാനും സഹായിക്കുന്നു. ബൈ ഡിജിറ്റൈസിംഗ് ദ അപ്പോയിന്റ്മെന്റ് റിസർച്ചിങ് പ്രോസസ്. ഈ ഡിജിറ്റൈസ്ഡ് അപ്പോയിന്റ്മെന്റ് പ്രോസസ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കും. ക്ലിയർ ആയോ? അത് ഓക്കെ ആയോ? ഐ ക്ലാസ്സസ് പറഞ്ഞുതരാം. മിസ് ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ആ ഡയഗ്രം ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. റോസ്മോൾ മിസ് ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഇത് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് അതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു പിക്ചറൈസ്ഡ് രീതിയിൽ പറഞ്ഞേക്കാണ്. ആദ്യം അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ എൻഗേജ്മെന്റ് അല്ലെ, കറക്റ്റ് ടൈമിൽ അവിടെ എൻഗേജ് ചെയ്യുന്നു. റെലവന്റ് കമ്മ്യൂണിക്കേഷൻ, ആ സമയത്ത് നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആ സമയത്ത് പറയുന്ന കമ്മ്യൂണിക്കേഷൻ. അതിനുശേഷം എന്താണ്, അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യുന്നു, പേഷ്യൻസിന്റെ കേസ് ഹിസ്റ്ററി എടുക്കുന്നു. പിന്നെ എന്താണ്, കേസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എന്താണ്, കൺവെർസേഷൻ ടു ഹിസ്റ്ററി അല്ലെ, ഡോക്ടറും ആ പേഷ്യൻസും തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലെ, ആശയവിനിമയം അല്ലേ.
നെക്സ്റ്റ് എന്താണ് അപ്പോയിന്റ്മെന്റ്സിൽ ആ സമയത്ത് ഡെമോഗ്രഫിക് ഡാറ്റാസ് അല്ലെ, പേഷ്യൻസിനെ കുറിച്ചുള്ള പേഷ്യൻസിന്റെ പേര്, അഡ്രസ്, ജെൻഡർ, വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ പറയുന്നത് ഈ വെബ്സൈറ്റ് ആക്ടിവിറ്റി, ഇങ്ങനെ വെബ്സൈറ്റ് ത്രൂ സിസ്റ്റം വഴി എത്ര പേര് അപ്പോയിന്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രാം, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം കാണിച്ചിരിക്കുന്നു. സർവേ പോലെ. ആ പിക്ചറിൽ നിന്നൊന്നും ചോദ്യം വരില്ല കേട്ടാ, ജസ്റ്റ് ആ പിക്ചർ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോളൂ മിസ്. നെക്സ്റ്റ് പേഷ്യന്റ് മാനേജ്മെന്റ്. രണ്ടാമത്തെന്ന് പറയുന്നത് പേഷ്യന്റ് മാനേജ്മെന്റ്. ആഫ്റ്റർ ദ പേഷ്യന്റ് ഓറിയന്റേഷൻ ഈസ് കംപ്ലീറ്റഡ്. എന്താണ് പേഷ്യൻസിന്റെ ഓറിയന്റേഷൻ അല്ലെ, പേഷ്യന്റിനുമായിട്ടുള്ള കോൺവെർസേഷൻ, അവരുമായിട്ടുള്ള വിവരങ്ങൾ അപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ദ പേഷ്യൻസ് ഈസ് ഷിഫ്റ്റഡ് ടു എൻ IPD or OPD. പേഷ്യൻസിന് എന്ത് ചെയ്യുന്ന, എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യൂല്ലേ. അതല്ല സാധാരണ നോർമൽ അസുഖങ്ങളാണെങ്കിൽ എന്താ, അവർക്ക് മരുന്നുകൾ എഴുതി കൊടുത്ത് അവരവിടെ നിന്ന് പറഞ്ഞേക്കുന്നു അല്ലെ. IPD OPD. ഓക്കെ. പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നു, IPD-യിലേക്കാണോ OPD-യിലേക്കാണോ എന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. ദ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS caters to the necessities of the inpatient and outpatient department എന്നാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഇതെന്താണ്, ഈ പേഷ്യൻസിന്റെ വിവരങ്ങള് ക്യാപ്ചർ ചെയ്യുന്നു, വേർതിരിക്കുന്നു. അവിടെ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ അവർ ഏതിലേക്കാണ് എഴുതുന്നത്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ വിവരങ്ങൾ എഴുതി ചേർക്കുന്നു. അതല്ല അവരെ ട്രീറ്റ്മെന്റിന് ശേഷം മരുന്നുകൾ എഴുതി കൊടുത്ത് മരുന്ന് വിടുന്ന OPD പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ വിവരങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തുന്നത്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ രേഖപ്പെടുത്തുന്നു. ക്ലിയർ ആയോ? പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ നടക്കുന്ന പ്രോസസ് എന്താണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ക്യാപ്ചർ ചെയ്യാണ്, വേർതിരിക്കാണ്, തരം തിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തില്, പേഷ്യൻസിന് IPD-യിലേക്കാണോ OPD-യിലേക്കാണോ വേർതിരിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തില് അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇറ്റ് കളക്ട്സ് ആൻഡ് സ്റ്റോർസ് ദ മെഡിക്കൽ ഹിസ്റ്ററി. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്, മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി. ട്രീറ്റ്മെന്റ് റിക്വയർഡ് അല്ലെ, പേഷ്യൻസിന് ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് ദെയർ പ്രീവിയസ് വിസിറ്റ്, അവരുടെ പ്രീവിയസ് വിസിറ്റിലെ എന്താണ്, എന്തൊക്കെ വിവരങ്ങളുണ്ട്, ആ കാര്യങ്ങളെ കുറിച്ച് അവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും മെഡിസിനുകൾ കൊടുത്തിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള പ്രീവിയസ് ഡീറ്റെയിൽസ്. ഈ അപ്കമിങ് അപ്പോയിന്റ്മെന്റ്സ് എന്താണ്, അവർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരണം, അപ്പൊ അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ്സുകള്. റിപ്പോർട്ട്സുകൾ അല്ലെ, പേഷ്യൻസിന്റെ ടെസ്റ്റ് റിപ്പോർട്ട്സുകള്, ഇൻഷുറൻസ് ഡീറ്റെയിൽസുകള്, മോർ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് അവർക്ക് കളക്ട് ചെയ്യാനും എന്താണ് സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഓക്കെ. റോസ്മോളുടെ പേര് റോസമ്മ, അതിന്റെ കറക്റ്റ് നെയിം എന്താണ്, റിയാന്നല്ലേ ആണോ? റിയക്ക് മിസ് ഈ സെക്ഷനും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു തരാട്ടോ. ഇപ്പൊ മിസ് എടുക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക, അതിനുശേഷം മിസ് എന്തായാലും അത് പറഞ്ഞു തന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുള്ളൂ കേട്ടാ. റിയ ടെൻഷൻ അടിക്കേണ്ട, മിസ് അത് എടുത്ത് തന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുള്ളൂ കേട്ടാ. അപ്പൊ മിസ് എടുക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. It generates unique admission number for each patient to easily handle admissions, discharges and transfer. ഇത് എന്തൊക്കെ കാര്യങ്ങള് ഇവർക്ക് എളുപ്പമാക്കി തരുന്നു. It generates, ഇതെന്ത് ക്രിയേറ്റ് ചെയ്യാണ്, യുണീക്ക് അഡ്മിഷൻ നമ്പർ അല്ലെ, പേഷ്യൻസിന്റെ ഒരു യുണീക്ക് ഐഡന്റിറ്റി നമ്പർ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കാർഡ് തരാറുണ്ടോ, നമ്മുടെ പേരും ഏജും ഇല്ലേ, അതിലൊരു ID നമ്പർ ഉണ്ടാവും അല്ലെ, ID നമ്പർ ഉണ്ടാവില്ലേ, പേഷ്യൻസ് ID നമ്പർ. പിന്നീട് നമ്മൾ ചെല്ലുമ്പോ ആ കാർഡ് കാണിച്ചാൽ മതി അല്ലെ, നമ്മുടെ ഫുൾ ഹിസ്റ്ററി കിട്ടൂലേ. അപ്പൊ അതെന്താണ് ഈ ഇങ്ങനെ കാണിക്കുന്നത്, പേഷ്യൻസിന്റെ എന്താണ് ഒരു ID ക്രിയേറ്റ്, അഡ്മിഷൻ നമ്പർ ജനറേറ്റ് ക്രിയേറ്റ് തയ്യാറാക്കാൻ സാധിക്കുന്നു. ഓരോ പേഷ്യൻസിന്റെയും ID നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്,
ഓക്കെ. ഈസിലി ഹാൻഡിൽ അഡ്മിഷൻ, നമുക്ക് അഡ്മിഷൻ എളുപ്പമാക്കുന്നു, ഡിസ്ചാർജ് എളുപ്പമാക്കുന്നു, ആൻഡ് ട്രാൻസ്ഫർ പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമാക്കി തീർക്കുന്നു. പിന്നെ കൂടുതലായിട്ട് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് വാങ്ങിക്കാനോ അത് സ്റ്റോർ ചെയ്യാനോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല അല്ലെ. ഓൾറെഡി ഇവരുടെ എല്ലാ വിവരങ്ങളും എന്താണ് സിസ്റ്റത്തിൽ ഉണ്ട് അല്ലെ. It is also builds a comprehensive discharge summary to make sure a smooth discharge. എന്താണ് ഇങ്ങനെ പേഷ്യൻസിന്റെ വിവരങ്ങൾ ഇതിൽ ക്രോഡീകരിച്ച് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഡിസ്ചാർജിന്റെ സമയത്ത് അവരുടെ ഡിസ്ചാർജ് സമ്മറി എന്താണ്, സമഗ്രമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കാൻ ഇവർക്ക് എളുപ്പമാക്കുന്നു അല്ലേ, സ്മൂത്ത് ആവുന്നു അല്ലേ. ഓൾറെഡി പേഷ്യൻസിന്റെ ലാബ് ടെസ്റ്റുകൾ അല്ലെ, ടെസ്റ്റ് റിസൾട്ടുകൾ, അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി ഇല്ലേ, എല്ലാ വിവരങ്ങളും സിസ്റ്റത്തിൽ ഉണ്ട് അല്ലെ, ഉണ്ടോ? അപ്പൊ അത് ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കാൻ എളുപ്പമാക്കില്ലേ. രോഗിയെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കി കൊടുക്കാൻ പറ്റൂല്ലേ. അറ്റ് ദ സെയിം ടൈം എന്താണ്, ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് ജനറേറ്റ്സ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ്. നമുക്ക് എന്താണ് അതിന്റെ റെക്കോർഡുകൾ, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ തയ്യാറാക്കാനും സാധിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസേൺ ഫോംസ് ഫോർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തവണ ഇലക്ട്രോണിക് സിഗ്നേച്ചർ വാങ്ങി അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കൺസേൺ ഫോമിലും നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിക്കണോ, വേണ്ടി വരുമോ? ഓരോ കൺസേൺ ഫോമുകളും സൈൻ ചെയ്യിക്കേണ്ട സമയത്ത് സൈൻ ചെയ്യാൻ പറയണോ? വേണ്ട അല്ലെ. അവർക്ക് എന്താണ് നമ്മുടെ ആ ഇലക്ട്രോണിക് സിഗ്നേച്ചർ കട്ട് കോപ്പി പേസ്റ്റ് കൊടുത്താൽ മതി അല്ലേ, പോരെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങള് ക്രോഡീകരിച്ചു വെക്കുന്നത് എന്താണ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ എളുപ്പമാക്കി തീർക്കുന്നു. ക്ലിയർ ആയോ? അത് next, when you begin collecting and storing data on an HMS, default also eliminates the need of to get these details on every visit. നമ്മുടെ വിവരങ്ങള് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക്. പിന്നെ എന്താണ്, നമ്മുടെ ഓരോ തവണ വിസിറ്റ് ചെയ്യുമ്പോഴും നമ്മളിൽ നിന്ന് ആ വിവരങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഡിഫോൾട്ട് ഓൾസോ എലിമിനേറ്റ്. ഇതെന്താണ്, ഇങ്ങനെ നമ്മുടെ വിവരങ്ങള് വാങ്ങിച്ച് അവർ ശേഖരിച്ചു വെക്കുന്നതിലൂടെ എന്താണ് ആ പേഷ്യൻസിന്റെ ഓരോ വിസിറ്റിലും വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് നിന്ന് വിവരങ്ങൾ മേടിക്കേണ്ടി വരുന്നില്ല, അത് എലിമിനേറ്റ് ചെയ്യുന്നു. HMS enables doctors and staff to focus more on the treatment than administrative work. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഡോക്ടർക്ക്, നഴ്സുമാർക്ക് ഇവർ വിവരങ്ങൾ ചോദിക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല അല്ലെ. പേഷ്യൻസിന് ഡോക്ടേഴ്സിന് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് എന്താണ്, വർക്ക് അല്ലാണ്ട് എന്താണ് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിൽ ഫോക്കസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു ഇല്ലേ, ആണോ? പേഷ്യൻസിന്റെ പേര്, നെയിം, ഏജ്, സെക്സ് അങ്ങനെയുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണ്ട അല്ലെ. ഇവർ ID, ഇവരാ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും കിട്ടുന്നു. അപ്പൊ ഡോക്ടേഴ്സിന് മറ്റ് സ്റ്റാഫുകൾക്ക് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് അല്ലാണ്ട് എന്താണ് രോഗിയുടെ ട്രീറ്റ്മെന്റില് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. Now if you wish to automate other activities like patients communication, consider integrating your HMS with marketing automation software. എന്ന് വെച്ചാല് ഇപ്പോൾ രോഗികളുടെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ട്, ആ പേഷ്യൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, HMSനെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെടുത്തുക. ഇപ്പൊ നമ്മൾ റിമൈൻഡർ വെക്കില്ലേ, അത് തന്നെയാണ് അതിൽ പറയുന്നത്. റിമൈൻഡർ വെക്കാറുണ്ടോ? മൊബൈലില് റിമൈൻഡർ വെക്കാറുണ്ടോ നിങ്ങൾ? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് റിമൈൻഡർ വെക്കുന്നത്? പർട്ടിക്കുലർ ഏതെങ്കിലും ഡേറ്റ് ഓർമ്മിക്കാൻ അല്ലെ, അല്ലെങ്കിൽ ടൈം ഓർമ്മിക്കാൻ അല്ലെ, ബർത്ത്ഡേ, അപ്പൊ എന്തെങ്കിലും റീസൺ അല്ലേ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് ഈ പേഷ്യൻസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നുണ്ട്,
It will help ഈ ഓട്ടോമാറ്റിക് HM ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ബന്ധിപ്പിക്കുന്നതിലൂടെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് വരെ ഓട്ടോമേറ്റ് കമ്മ്യൂണിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ആശയവിനിമയം വിത്ത് പേഷ്യൻസ് ആൻഡ് ഡോക്ടേഴ്സ് ആൻഡ് പേഷ്യൻസും ഡോക്ടറും തമ്മിലുള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് സ്ഥാപിക്കാൻ നിലനിർത്താൻ സാധിക്കുന്നു. യു ക്യാൻ സെൻഡ് അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ലാബ് ടെസ്റ്റ് റിമൈൻഡർ ആൻഡ് ഫോളോ അപ്സ്. നമുക്ക് അപ്പോയിന്റ്മെന്റിനുള്ള ടൈം ആയിട്ടുണ്ട് അല്ലെ, അത് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ലാബ് ടെസ്റ്റ് റിമൈൻഡർ, ലാബ് ടെസ്റ്റ് ചെയ്യാറായിട്ടുണ്ട്, അത് ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്നു. ഫോളോ അപ്സുകൾ അല്ലെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്നു അല്ലെ ഡോക്ടർക്ക് ഈ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറിലൂടെ. and create meaningful long lasting relationship. അതെന്ത് ചെയ്യാണ് ഈ ഡോക്ടറും രോഗിയും തമ്മിൽ ഒരു ദീർഘകാല ബന്ധം നിലനിർത്താൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഇല്ല. മിസ് പറഞ്ഞത് ഫസ്റ്റ് എന്നെ ഒരു ഐ ഹോസ്പിറ്റലിൽ ചെന്നു. ഫസ്റ്റ് നമ്മൾ എവിടെ ചെല്ലും? റിസപ്ഷനിൽ ചെല്ലും അല്ലെ, അല്ലെങ്കിൽ എൻക്വയറി ചെയ്യും. അതിനുശേഷം നമ്മൾ എവിടെ പോകുന്നത്? രജിസ്ട്രേഷനിൽ ചെന്ന് ഫയൽ ഓപ്പൺ ചെയ്യും അല്ലെ, മെഡിക്കൽ റെക്കോർഡ് എടുക്കും. അതിനുശേഷം എന്താണ്? രജിസ്ട്രേഷനിൽ നിന്ന് നമ്മുടെ ക്ലിനിക്കൽ എക്സാം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെല്ലും അല്ലെ. അതിനുശേഷം എന്താണ്? ചിലപ്പോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് കൊണ്ടുപോകും അല്ലെ. എന്താണ്? നമ്മുടെ കണ്ണിലൊഴിച്ച് ഇത് എഴുതി ലെറ്റേഴ്സ് വായിപ്പിക്കാറുണ്ടോ? നമ്പേഴ്സ് ലെറ്റേഴ്സ് വായിപ്പിക്കും. അതല്ലെങ്കിൽ കണ്ണട തരണമെങ്കിൽ എന്താണ്? നമ്മുടെ ലെൻസുകൾ ചെക്ക് ചെയ്യണം അല്ലെ, ഏത് ലെൻസ് ആണ് കറക്റ്റ് ആയിട്ട് വേണ്ടത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ നിന്ന് എന്താണ്? ക്ലിനിക്കൽ എക്സാം ആ ഡോക്ടർ റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്താണ്? മെഡിസിനുകളോ ഗ്ലാസുകളോ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി കൊടുക്കും. അപ്പൊ എന്താണ്? അവര് ക്ലിനിക്കൽ എക്സാമിനിൽ നിന്ന് മെഡിക്കേഷൻസ്, അവിടെ നിന്ന് പോന്ന് മെഡിക്കേഷൻസ് അതല്ലെങ്കിൽ ഗ്ലാസുകളൊക്കെ വാങ്ങിച്ച് അവര് എക്സിറ്റ് ആയി പോകും. ക്ലിയർ ആയോ റിയ ആ സെക്ഷൻ? അതല്ലെങ്കിൽ അവർ ക്ലിനിക്കൽ എക്സാം കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു ക്ലിനിക്കൽ എക്സാമിലേക്ക് വരികയാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ പറഞ്ഞു. അപ്പൊ അവർക്ക് എന്താണ്? പൊതുവെ അവർ എന്താണ്? ചില പേഷ്യൻസ് മെന്റലി കുറച്ച് അപ്സെറ്റ് ആവും. അപ്പൊ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് പേഷ്യന്റ് കൗൺസിലിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. അഡ്മിറ്റ് ചെയ്തിട്ട് അവരെങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വാർഡിലേക്ക് കൊണ്ടുപോകും അല്ലെ. പൊതുവെ ഹോസ്പിറ്റലിൽ അങ്ങനെയല്ലേ, വാർഡിലേക്കോ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ വാർഡിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വാർഡിലേക്ക് കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്ത് അവരെന്താണ്? ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? ക്യാഷ് കൗണ്ടറിലേക്ക് പോയി ക്യാഷ് പേയ്മെന്റ് ഒക്കെ നടത്തി അവരവിടെ നിന്ന് പോകുന്നു. ഓക്കെ ആയോ? അതല്ലെങ്കിൽ പേഷ്യൻസ് റിസപ്ഷനിൽ ചെന്ന് രജിസ്ട്രേഷൻ നടത്തി ക്ലിനിക്കൽ എക്സാം കഴിഞ്ഞ് അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് തിരിച്ച് ക്ലിനിക്കൽ എക്സാമിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് എന്താണ്? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, കൂടുതൽ എന്തെങ്കിലും കണ്ണുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരെയാണ്, അവര് മെന്റലി കുറച്ച് ഡിപ്രസ്ഡ് ആവുമെങ്കിൽ അവർക്ക് പേഷ്യന്റ് കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം അവരെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, പറഞ്ഞേക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അറിയാം. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എടുത്താൽ മനസ്സിലായില്ലേ മിസ് എടുത്തത്? ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. എനിക്ക് ബാക്കി മനസ്സിലായില്ല.